ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ 7ാം ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. രാവിലെ എണീറ്റ് ഒരു ചായ കുടിക്കാനായിട്ട് പോവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു അണ്ണൻ്റെ കട ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു ലൈറ്റ് ചായയും കുടിച്ചു. ഇനി നേരെ ഹോട്ടലിലോട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റ് ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ, സീ വ്യൂ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. പോകുന്ന വഴി അമ്പലത്തിലൊരു തേരോടൊപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഹോട്ടലിലെത്തി ഫുഡിന് ഓർഡർ കൊടുത്തു. മസാല ദോശയും ചായയാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ക്യൂ. ഒന്ന് ബോട്ടിങ്ങിന് കയറാലോ എന്നോർത്താണ് ചെന്നത്. ആ ക്യൂ കണ്ടപ്പോൾ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ വൈഫിന് എന്തെങ്കിലും മേടിക്കാമല്ലോ എന്നൊരു കടയിൽ കയറിയപ്പം ഗസ്റ്റ് വിളിച്ചു. അവർ റെഡിയാന്ന് പറഞ്ഞ്. അങ്ങനെ നേരെ സമയം കളയാതെ അവിടെ ചെന്ന് ലഗേജെല്ലാം വണ്ടിയിൽ കയറ്റി കന്യാകുമാരിയുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വർക്കലേക്കാണ് ഇനി പോകുന്നത്. പോകുന്ന വഴി അവർക്ക് ആഴിമലയിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. നേരെ ഗസ്റ്റുമായിട്ട് ആഴിമലയിലോട്ട്. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ CNG തീർന്നു. നേരെ അടുത്ത CNG പമ്പിൽ കയറി ഫുൾ ടാങ്ക് CNG അടിച്ചു. നേരെ ഇനി വർക്കലേക്ക്. പിന്നെ പെരുമാതുറ കഴിഞ്ഞ് മുതലപ്പുഴ എത്തിയപ്പം അവിടെ വണ്ടി വന്ന് നിർത്തി. അതൊക്കെ നേരെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അടുത്ത സ്പോട്ടിൽ ഞങ്ങൾ പോയത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. അഞ്ചുതെങ്ങ് കോട്ടയും ലൈറ്റ് ഹൗസും അവരെ കാണിച്ചു കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നേരെ ഞങ്ങൾ വർക്കലേക്കാണ്. ഒത്തിരി തവണ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ ട്രിപ്പിൽ അതിൽ കയറാനും സാധിച്ചു. ഞാനിപ്പോൾ ഉള്ളത് വർക്കല ഹിന്ദുസ്ഥാൻ ബീച്ച് റീട്രീറ്റ് ഹോട്ടലിലാണ്. ഗസ്റ്റിന് ഇന്ന് ഇവിടെയാണ് സ്റ്റേ. അങ്ങനെ വണ്ടി കൊണ്ട് പാർക്കിങ്ങിനോട്ട് ഡ്രസ്സൊക്കെ മാറി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു. അവിടെ പോയി ചായ കുടിച്ചു. നേരെ ബീച്ചിലോട്ട്. ബീച്ചിൽ പോയി കുറച്ച് നേരം ബീച്ചിലെ കാഴ്ചകൾ കണ്ടു. സമയം കളഞ്ഞു. ഇനി നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരോ പരിചയക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും ബൈ.